സമൂഹത്തിൽ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന മാരക ലഹരി ഉപയോഗത്തിന് തടയിടുന്നതിനും ഇത്തരം വിപത്തിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പിന്തിരിപ്പിച്ച് അവരെ കായിക ലഹരിയിൽ എത്തിക്കുന്നതിനുമായി യൂത്ത് കോൺഗ്രസ് വൈക്കം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തലയോലപ്പറമ്പ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളെ ബോധവൽക്കരിക്കാനായി നടത്തുന്ന ഈ വലിയ ശ്രമം, അതിനെ ഞാൻ അവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നു, അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ വലിയൊരു തിന്മ ഇത് പാടെ തുടച്ചു നീക്കിയേ പറ്റും. ഈ കാര്യത്തിൽ വലിയ ഒരു വീഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ നിയമപാലകരുടെയൊക്കെ പക്കൽ നിന്നും ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിൽ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു, വളരെ കർശനമായി ഇത് തടയാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല എന്നുള്ളത് കൊണ്ടാകാം ഇതുപോലെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ പരക്കാനിടയായി. ഇത് ലോകത്തിന് തന്നെയുള്ള വലിയൊരു വിപത്താണ്. ഇത് കേരളത്തിൽ നമ്മുടെ ഈ നാട്ടിലേക്ക് ഇതുപോലെ വ്യാപിച്ചു എന്നുള്ളത് നമ്മൾ ഈ സമീപകാലത്താണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ഒരു തലമുറയെ തന്നെ ദുഷിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന, ശാരീരികമായി മാനസികമായി എല്ലാം അവരെ തളർത്തുന്ന, നശിപ്പിക്കുന്ന ഈ ഒരു വലിയ വിപത്ത്, ഇതിനെതിരെ നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അല്പം വൈകിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും സാധാരണ പറയുമല്ലോ, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്നത് പോലെ വൈകിയാണെങ്കിലും ഒരു സമൂഹ മനസാക്ഷി ഒന്ന് ഉണർന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ, ചെറുപ്പക്കാരുടെ സംഘടന ആയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് ഈ രംഗത്ത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് ഏറെ അഭിനന്ദനം അർഹിക്കുന്നു എന്നെടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുവജനങ്ങളുടെ ശ്രദ്ധ തിരിയേണ്ടത് ഇതുപോലുള്ള ലഹരിയിലേക്കോ രാസലഹരിയിലേക്കോ ഒന്നുമല്ല. അവർ പഠനത്തിനും അതുപോലെ തന്നെ ഇതുപോലെ കായികമായിട്ടുള്ള ക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെയുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടായത്. അപ്പം അതിനുള്ള നല്ലൊരു ഒരു പ്രോത്സാഹനമാണ്, ഒരു പ്രചരണമാണ് ഈ ഫുട്ബോൾ മത്സരങ്ങളുടെ കിക്ക് ഓഫ് കർമ്മം തലയോലപ്പറമ്പ് പോലീസ് SHO O വിപിൻ ചന്ദ്രൻ നിർവഹിച്ചു. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിലെ യൂത്ത് ക്ലബ്ബുകൾ, യുവജന സംഘടനകൾ എല്ലാവരും ഇത്തരത്തിലെ കലാകായിക പരിപാടികളെ അത് മത്സര ബുദ്ധിയോടുകൂടി തന്നെ നടത്തുകയും അത് നാട്ടിൽ വലിയ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. അതുവഴി ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ കൂട്ടായ്മയും മാനസികമായ അടുപ്പവും രൂപപ്പെടുകയും ഒരു നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിലാകെ വളർത്തിയെടുത്തു കൊണ്ടുവരുവാനും കഴിഞ്ഞിരുന്നു. എന്നാൽ കുറേയേറെ കാലമായി നമ്മുടെ ചെറുപ്പക്കാരുടെ പ്രസ്ഥാനങ്ങളായിരുന്നാലും യുവജന സംഘടനകളായിരുന്നാലും യൂത്ത് ക്ലബ്ബുകളായിരുന്നാലും ഒക്കെ അതിൻ്റെ പ്രവർത്തന രംഗത്ത് നിന്ന് പിന്നോക്കം പോവുകയും ഒരു തരത്തിലെ ഒരു മരവിപ്പ് അല്ലെങ്കിൽ നിർജീവമാകുകയും ചെയ്തത് നമ്മുടെ കളിക്കളങ്ങളെ അനാഥമാക്കുകയാണ് ഉണ്ടായിരുന്നത്. കളിക്കളങ്ങൾ അനാഥമാകുമ്പോൾ കൂട്ടായ്മ ഇല്ലാതാകുകയാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ മറ്റു മാർഗങ്ങളിലേക്ക് പോകുന്നത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് MK ഷിബു, മണ്ഡലം പ്രസിഡന്റ് KD ദേവരാജൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ലഹരി കായിക വിനോദങ്ങളായിരിക്കണം. ലഹരി എന്നുള്ളത് കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് വൈക്കം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്രയും മനോഹരമായി ഇന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന അതിമനോഹരമായ ഫുട്ബോൾ ടൂർണമെന്റ് ഈ തലയോലപ്പറമ്പിന്റെ ഹൃദയഭാഗത്ത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന് നേതൃത്വം നൽകിയ സീതു ശശിയെയും അതുപോലെ തന്നെ സീതു ശശിധരനെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകി കൂടെ നിൽക്കുന്ന വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും DCC വൈസ് പ്രസിഡന്റ് ചിന്തു കുര്യൻ ജോയ് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നീതു ശശിധരൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികൾ പ്രസംഗിച്ചു. ഒന്നാം സ്ഥാനക്കാർക്ക് ശരത് ലാൽ ക്രിബേഷ് എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും, രണ്ടാം സ്ഥാനക്കാർക്ക് ഷുഹൈബ് എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ദീപം തെളിയിക്കലും നടന്നു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.